യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മയും ഇന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ രണ്ട് തിരുവചന ഭാഗമാണ് വിചിന്തനം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ മുന്നിലേക്ക് തരുന്നത്. ഒന്ന്, ദൈവവചനം ശ്രവിക്കുമ്പോൾ എന്തുമാത്രം നമ്മൾ എളിമപ്പെടണമെന്നും, രണ്ടാമത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതെന്താണെന്നും വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം. മറിയൻ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവവചനം ശ്രവിക്കുമ്പോൾ നമ്മളും വിനയത്തോടെ എളിമയോടെ ആ വചനം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ വളരെ ശക്തമായിട്ടുള്ള വിശ്വാസം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ വിശ്വാസ പ്രഖ്യാപനമാണ്, ദൈവവചനത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അതെന്നിൽ ഭവിക്കട്ടെ എന്ന് നമ്മളും വിശ്വാസത്തോടുകൂടി പ്രഖ്യാപിക്കുമ്പോൾ ഏത് വചനമാണോ നിങ്ങൾ ശ്രവിച്ചത്, ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത് കാണുവാൻ സാധിക്കും. രണ്ടാമതായി പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവിൻ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സുഖം മാത്രം നോക്കുക എന്നുള്ളതല്ല. പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവാനും പരസ്പരം സഹായിക്കുവാനും ഉള്ള മനസ്സുള്ളവനായി മാറണം. ഈ രണ്ട് തിരുവചന ഭാഗവും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരനുഗ്രഹമായി മാറട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.